എന്നെ ഓർക്കുന്നുണ്ടോ? മനസ്സിലായില്ല. 6-7 വർഷം മുമ്പ് കണ്ട മുഖമാണെങ്കിലും അത്ര പെട്ടെന്ന് മറക്കോ? ഇപ്പൊ നോക്കൂ. അന്ന് ഡോക്ടർ സിവിൽ സർജൻ ആയിരുന്നു കണ്ണൂരിൽ. ഒരു ദിവസം കോട്ടേഴ്സിൽ ഞാൻ സാറിനെ തേടി വന്നിരുന്നു. പറഞ്ഞു വരുമ്പോൾ നമ്മൾ തമ്മിൽ ഒരുപാട് അടുക്കേണ്ടവരാ. പുറത്ത് നല്ല മഴ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഈ രാത്രി തന്നെ വന്ന് ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ എന്ത് ചെയ്യാം, ആവശ്യം എന്റേതായി പോയില്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നേരിട്ട് തന്നെ വരണം. ഇവനെന്താ ഈ രാത്രി വന്ന് വേദാന്തം പറയുന്നതെന്നായിരിക്കും ഡോക്ടർ വിചാരിക്കുന്നത്. അത്രയ്ക്കും ആവശ്യമായതുകൊണ്ടാണ്. ഇനി എന്നെ പരിചയപ്പെടുത്താം. എബ്രഹാം, ഇടുക്കുള എബ്രഹാം. രാവിലെ ഞാൻ ഫോൺ ചെയ്തിരുന്നു. ഇപ്പോ അനന്തൻ സാറിന് മനസ്സിലായി കാണുമല്ലോ എന്റെ വരവിന്റെ ഉദ്ദേശം. മനസ്സിലായി, ശരിക്കും മനസ്സിലായി. ഫോണിൽ കൂടെ തന്നെ മറുപടിയും പറഞ്ഞിരുന്നതാണല്ലോ. അതെ, ഫോണിൽ കൂടി ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നറിയാം. അതുകൊണ്ടല്ലേ നേരിട്ട് വന്നത്. ഒരു കയ്യബദ്ധം പറ്റിയതാ സാറേ. അവളെ നാട്ടിലെ മഹാപ്പിഴയാ. വിലയും മാന്യതയുമുള്ള എന്റെ നേരെ ഒരു പീറപ്പെണ്ണ് വെല്ലുവിളിക്കാന്ന് വെച്ചാൽ ദേഷ്യം വന്നപ്പോൾ ഞാൻ അടികൊടുത്തു. ദേഹെടുക്കുന്നു ചത്തു പണ്ടാരം. ആ നശിച്ച പെണ്ണ് കാരണം ഞാൻ കുടുങ്ങിയില്ലേ. ഇനിയിപ്പോ ഡോക്ടർ വിചാരിച്ചാലേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എനിക്ക് അനുകൂലമായി ഒന്ന് തിരുത്തിയാൽ മതി. ശരിയാ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു ചെറിയ തിരുത്ത് വരുത്തിയാൽ അരുന്ധതി കൊലക്കേസ് ആത്മഹത്യയായിട്ട് മാറും. പാവപ്പെട്ട പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തിട്ട് അടിവയറ്റിൽ ചവിട്ടി കൊല ചെയ്യുമ്പോൾ ഓർത്തില്ലായിരുന്നു ഒരിക്കുളെ താൻ കുടുങ്ങുന്നു. ഇനി ഇക്കാര്യം പറഞ്ഞ് ഇടിക്കളോടെ നിൽക്കണമെന്നില്ല, പോയിക്കോളൂ. അപ്പൊ എന്നെ അകത്താക്കി അടങ്ങുന്ന? അകത്താക്കുന്നതും പുറത്താക്കുന്നതും ഒക്കെ കോടതിയാണ്. ആരെന്നെ നിർബന്ധിച്ചാലും ചെയ്യുന്ന ജോലിയിൽ ഞാൻ മായം ചേർക്കില്ല. ഞാനൊരാൾ പറഞ്ഞുകൊണ്ട് മാത്രം താൻ അകത്തായിക്കൊള്ളണമെന്നില്ല. ഡോക്ടർ അനന്തൻ, ഒരു സാധാരണ ഗവൺമെന്റ് ഡോക്ടറെ കിട്ടുന്ന ശമ്പളം കൊണ്ടൊന്നും ഇക്കാലത്ത് ജീവിക്കാൻ കഴിയില്ല. ബ്ലാങ്ക് ചെക്കാണ്. ആവശ്യമുള്ള തുക എഴുതിയെടുക്കാം. ഇതുപോലെ കുറെ പോലീസുകാർക്കും നാട്ടുകാർക്കും ഒക്കെ കൊടുത്തതാ. അവരൊക്കെ എനിക്ക് വേണ്ടി സഹായിക്കാമെന്ന് ഏറ്റിട്ടുമുണ്ട്. ഇനിയിപ്പോ സാറിന് ബംഗ്ലാവായിട്ടോ എസ്റ്റേറ്റ് ആയിട്ടോ വേണമെങ്കിലും. തന്നെ പോലുള്ള വൃത്തികെട്ടവന്മാരുടെ നക്കാപ്പിച്ച് വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ അത്രക്കാരനല്ല. അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, അരുന്ധതി തന്റെ വെപ്പാട്ടിയോ മറ്റോ ആണോ? Shut up, you bloody rascal. അമ്മയും പെങ്ങളെ തിരിച്ചറിയാത്ത നീ എന്നോട് വേദാന്തം പറയും. കിടക്കണ പുറത്ത്. കാത്തിരുന്നു, ഞാൻ വരും നിന്നെ കാണാൻ. നിന്നെ എബ്രഹാം, ഇടിക്കുള എബ്രഹാം. അരുന്ധതി കൊലക്കേസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സാർ എനിക്കെതിരെ സാക്ഷി പറഞ്ഞത്. എബ്രഹാം ജയിലിൽ നിന്നു ഈയിടയ്ക്ക് ഇറങ്ങിയത്. ജീവപര്യന്തം 7 വർഷത്തിൽ ഒതുക്കി തീർക്കാൻ ഒരുപാട് പണിയെടുക്കേണ്ടി വന്നു. പച്ച വെള്ളം പോലെയാ പണം വാരി എറിഞ്ഞത്. ജയിലിൽ നിന്നും ഇറങ്ങി ആദ്യം തേടിയത് തന്നെയാ. നന്ദി പറയാൻ തന്റെ ജയങ്ങളൊക്കെ അനുമോദിച്ചുകൊണ്ട് ബൊക്കെ കൊടുത്തയച്ചിരുന്നു. കിട്ടിക്കാണുമല്ലോ. ആ ഡിവൈഎസ്പിയും പത്രവും ഒക്കെ വെറും ഞാഞ്ഞൂലുകൾ. അവരൊക്കെ ഓടിച്ചാൽ താൻ ഒടിയോ? തന്നെ എനിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കല്ലേ. കുറെ വർഷമായി ഊണിലും ഉറക്കത്തിലും എനിക്കൊരൊറ്റ ചിന്തയുള്ളൂ, നീ മാത്രമാണ് എന്റെ മനസ്സിൽ. അപ്പോ പ്രതികാരം തീർക്കാൻ വന്നാണല്ലേ? അല്ല, യുദ്ധം പ്രഖ്യാപിക്കാൻ. ഒരു സന്ധിയുമില്ലാത്ത യുദ്ധം. പേടിക്കേണ്ട അനന്തൻ സാറേ, ഈ യുദ്ധത്തിൽ ഒരു തുള്ളി ചോര വീഴില്ല. ഭാരത യുദ്ധത്തിലെ കൃഷ്ണനെ പോലെ ആയുധം ഞാൻ കൈകൊണ്ട് തൊടില്ല. ആയുധവും ചോരയും ഇല്ലാതെ എന്ത് യുദ്ധമെന്ന് ചിന്തിക്കുകയായിരിക്കും മനസ്സിൽ. അത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാകൂ.
ഇന്ന് എനിക്ക് തികച്ചും 10 സെക്കൻഡ് വേണ്ട നിന്നെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കാൻ. പക്ഷെ അതോടെ എല്ലാം തീരും. എനിക്കത് പോരാ. ഞാൻ നരകിച്ചതിന് ഒരു മരണവും ബദലാവില്ല. നീ മരിക്കാതെ മരിക്കണം, നരകിക്കണം എന്റെ മുമ്പിൽ കിടന്നു. യു ഫിൽത്തി റാസ്കൽ. കള്ളക്കടത്തും പെണ്ണുകൂട്ടിക്കൊടുപ്പും കരിഞ്ചന്തയും തൊഴിലാക്കിയ നീ എന്നോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. 10 സെക്കൻഡ് അല്ല, 10 മണിക്കൂർ നിന്റെ മുമ്പിൽ ഈ നിൽപ്പ് ഞാൻ നിന്ന് തരാം. എന്റെ ഒരു രോമത്തെ തൊടാൻ കഴിയുമോ നിനക്ക്? അതിനുള്ള ചങ്കൂറ്റുണ്ടോ? ആണത്വവും ധൈര്യവും നാക്കിലുണ്ടായ പോരാ, രക്തത്തിൽ അലിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളവർ പ്രവർത്തിക്കുകയുള്ളൂ, നിന്നെ പോലെ ചിലക്കില്ല. പോടാ, ഓ. അനന്ത, ഇതിൽ കൂടുതൽ നീ പറഞ്ഞാലും ഞാൻ കേട്ടു നിൽക്കും. കാരണം എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. ഈ യുദ്ധത്തിൽ നിന്റെ പതനം എനിക്ക് കാണണം. ഫോർ ദാറ്റ് ഐ വിൽ വെയിറ്റ് ടിൽ മൈ ഡെത്ത്. ആരാ? ആരാന്നാ ചോദിച്ചത്? ആ, ബഹളം വെക്കാതെടോ. ഞാനാ. താനായിരുന്നു? ഇതെങ്ങനെ ഇവിടെ ഈ സമയത്ത്? എപ്പോ എത്തി? കുറെ നേരമായി. ആളെ കാണാതായപ്പോ ഇവിടെ ഇരുന്ന് ഒന്ന് മയങ്ങി. അല്ല, താൻ ജയിലിൽ നിന്ന് എപ്പോ ഇറങ്ങി? ഈ അടുത്ത എല്ലാം പറയാം, താൻ വാലുവർക്ക്. ആ വാ. അപ്പൊ തനിക്കെതിരെ അന്ന് സാക്ഷി പറഞ്ഞ ഡോക്ടർ അനന്തൻ തന്നെയാണ് ഡോക്ടർ നന്ദകുമാറിന്റെ അനുജൻ അല്ലേ? ഛേ, ഈ വിവരം ഞാൻ അറിയാതെ പോയല്ലോ. അല്ല, കള്ളവാറ്റും ചാരായ കച്ചവടവും ഒക്കെ നിർത്തി പുതിയ ഏതോ ലൈൻ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. എന്താ അത്? ലൈനൊക്കെ പഴയത് തന്നെ, ആളുകളെ കിക്കാക്കുക. പക്ഷേ വാറ്റുചാലയത്തിന് പകരം ഡ്രഗ്സ് ആണെന്ന് മാത്രം. ഡ്രഗ്സ് ആകുമ്പോ റിസ്ക് കൂടുതലാണ്, പക്ഷേ അതുപോലെ ലാഭവും കൂടും. പിന്നെ താനൊക്കെ ഇല്ലേ, അതുകൊണ്ടാ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പൊ ജയിലിൽ എന്താ വെറുതെ കിടക്കുകയായിരുന്നില്ല? ഈ ലൈൻ എന്റെ പ്ലാൻ അല്ല. താൻ എന്റെ അനിയനെ അറിയില്ലേ, രഞ്ജിത്ത്? അവനിപ്പോ ബോംബെയിൽ MBBS കഴിഞ്ഞ് നിൽക്കുക. അവന്റെ അവിടത്തെ കണ്ടുപിടുത്തം ഈ ബിസിനസ്. അപ്പൊ താൻ കുടുംബത്തോടെ ഇറങ്ങിയിരിക്കുകയാണല്ലേ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ? ജേക്കബേ, ഞാൻ തൽക്കാലം എന്റെ താമസം കണ്ണൂരിൽ നിന്നും ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ പുതിയ ലൈൻ തുടങ്ങുന്നതിന് മുമ്പ് സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരെ ഒക്കെ കണ്ട് അനുവാദം വാങ്ങണമല്ലോ. അതിനാ ഞാൻ വന്നത്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം മുതലാളിക്ക് വിനയം വല്ലാതെ കൂടിയിട്ടുണ്ട്. അതാ അതിന്റെ കാര്യം. പിള്ളേച്ചൻ പറഞ്ഞത് ശരിയാ. നമസ്കാരം. ആ പിള്ളേച്ച, ഇന്ന് അല്പം ബിസിയാ, നാളെ കാണാം. ഓ, നാളെ വരട്ടെ. ആരാ? OC പിള്ള, കാഹളം പത്രത്തിന്റെ പത്രാധിപർ. മറ്റേയാൾ വിശ്വം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡോക്ടർ നന്ദകുമാറിന്റെ അളിയൻ. ജേക്കബേ, താൻ അവരെ ഒന്ന് വിളിക്ക്. എനിക്ക് വിശ്വത്തൊന്ന് പരിചയപ്പെടണം.
ഇപ്പൊ എങ്ങനെയുണ്ട്? പൾസ് നോർമലാണ്. ഓരോ മണിക്കൂർ ഇടവിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കണം. ബോധം തെളിഞ്ഞാൽ എന്നെ വിവരം അറിയിക്കണം. സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞേക്കാൻ പറഞ്ഞ സേവറിനോട്. സർ, റാസ്കൾ, ഇതിനാണോ നിന്നെയൊക്കെ അയച്ചത്? നമ്മുടെ എല്ലാ ഇടപാടുകളും ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാ. അവനോട് വന്നതിന് എന്തെങ്കിലും ഉദ്ദേശം കാണും. ഇപ്പൊ എവിടെയുണ്ട് അവൻ? മദർ ഹോസ്പിറ്റൽ. വിളിക്കടാ. ഹോസ്പിറ്റലിലേക്കോ? നിന്റെ ഡിവൈഎസ്പി ജേക്കബിനെ വിളിക്കാൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ സേവറെ? ഇന്നലെ രാത്രി അഡ്മിറ്റ് ആയ പേഷ്യന്റിനെ കൊണ്ടുപോകാൻ പോലീസുകാർ വന്നിട്ടുണ്ട്. പോലീസ് കേസ് ആയതുകൊണ്ട് അയാൾ ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന്. അയാൾക്ക് ബോധം വീണോ? ബോധം വീണില്ല. നമ്മൾ പോലീസിൽ അറിയിച്ചിരുന്നതാ. ഒരു റിക്വസ്റ്റ് ലെറ്റർ എഴുതി വാങ്ങിയിട്ട് ഡിസ്ചാർജ് ചെയ്തോളൂ. ശരി സർ. എന്താ ഇത്? കൊണ്ടുപോകാൻ പോലീസ് വന്നിക്കണം. ബോധം വേണോ? ഇല്ല. സർ, രോഗിയെ കൊണ്ടുപോകാനുള്ള ലെറ്റർ വന്നിട്ടുണ്ട്. അത് മനസ്സിലായി. ആര് പറഞ്ഞിട്ടാ കൊണ്ടുപോകുന്നത്? ഞാനാ പറഞ്ഞത്. ഈ തലവേദനയൊക്കെ നമ്മളെന്തിനാ ചോക്കുന്നത്? അവരെവിടെയും കൊണ്ടുപോട്ടെ. ആ ഡിവൈഎസ്പി ജേക്കബാണ് വന്നിരിക്കുന്നത് കൊണ്ടുപോകാൻ. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് രോഗിയുള്ളത്. ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴി എന്തെങ്കിലും സംഭവിച്ചാലല്ല സംഭവിപ്പിക്കും. പിന്നെ ചേട്ടനും അനിയനും അതിന്റെ പുറകെ തൂങ്ങാം. ഈ ജന്മം മുഴുവൻ കോടതി കയറി ഇറങ്ങിയാലും തീരില്ല. പിന്നെ നാട്ടുകാരുടെ പക വേറി. കൊണ്ടുപോയി വാടിക്കിടത്ത്. നിർത്താൻ. ആംബുലൻസ് കയറ്റ്. പറഞ്ഞത് കേട്ടില്ലേ? ഇയാൾ ആംബുലൻസ് കയറ്റാൻ. അയാൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. പോലീസ് കേസ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കേണ്ട കാര്യമില്ലല്ലോ. അതറിയാം സാർ. ക്യാൻവാസ് ചെയ്ത് പേഷ്യന്റിനെ ചികിത്സിക്കാൻ കൊണ്ടുവന്നൊന്നുമല്ല. മനുഷ്യത്വമോർത്തൊരു അല്പം ജീവകാരുണ്യം കാണിച്ചു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ഉത്തരവാദിത്തപ്പെട്ടവർ വരുമ്പോ വിട്ടുകൊടുത്തൂടെ? അതെനിക്കൂടെ ബോധ്യപ്പെടണ്ടേ? നിങ്ങൾ തന്നെയല്ലേ കംപ്ലൈന്റ് ചെയ്ത്? ആളെ വിളിച്ചു വരുത്തിയിട്ട് താനെന്താ ഞങ്ങൾ ആക്കുന്നു? ആക്കാൻ നിന്നാ പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യണം? സാർ, അയാളെ ഇപ്പൊ തന്നെ കൊണ്ടുപോകണം. എന്താ അത്ര നിർബന്ധം? ബോധം വീണിട്ട് നിങ്ങൾക്ക് തന്നെ കൊണ്ടുപോകൂടെ? ന്യായീകരണമൊന്നും വേണ്ട. ബലം പ്രയോഗിക്കേണ്ടി വന്നാലും ശരി, പേഷ്യന്റ് ഞങ്ങൾ കൊണ്ടുപോകാനും ചെയ്യും. കൊണ്ടുപോയിക്കോളൂ, യാതൊരു വിരോധവും ഇല്ല. പക്ഷേ അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ കുറിപ്പടി കൊണ്ടൊന്നും പറ്റില്ല. ഇനി 24 മണിക്കൂറെങ്കിലും വേണം പേഷ്യന്റിന്റെ ബോധം തെളിയാൻ. വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. സർവൈവൽ ചാൻസ് 5% ഉള്ളൂ. ഈ കണ്ടീഷനിൽ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത് വളരെ റിസ്ക്കാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഡോക്ടറെ തറപ്പിച്ച് പറഞ്ഞിട്ടും ഞാൻ എന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ റിസ്കിൽ പേഷ്യന്റിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് സീൽ ചെയ്ത് 4 സാക്ഷികളുടെ ഒപ്പും വിട്ട് തന്നിട്ട് പേഷ്യന്റിനെ എവിടെ വേണേ കൊണ്ടുപോകും. ചേട്ടൻ റിക്വസ്റ്റ് ലെറ്റർ ചോദിച്ചു, അത് കൊടുത്തു. അനി എന്താ ഇപ്പൊ ഇങ്ങനെ? ഇതൊന്നുമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. മിസ്റ്റർ ജേക്കബ്, മൂക്കിന് താഴെ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായതുകൊണ്ട് മാത്രം ആളാവില്ല. അതുകൊണ്ട് കിടത്തോ. ട്രാഫിക് ബ്ലോക്കേഴ്സ് അറിയാലോ സാർ. വാതി കയറി പ്രതിയാവും. വേണ്ടാത്ത പുലിവാലിനൊന്നും പോകണ്ട സാർ. അവനൊന്ന് വിരട്ടിയപ്പോ താൻ ആകെ വിരണ്ടു പോയി അല്ലേ? അവൻ ആരാണെന്ന് തന്റെ വിചാരം? ഈ കൂടെ പിടിച്ച് യൂണിഫോമും തൊപ്പിയും വലിച്ചടിച്ചിട്ട് വല്ല ഭജനയ്ക്കും പോയിക്കോട്ടെ. എനിക്ക് എടുക്കണേ. ഒരു വരി പോക്കെടുത്താൻ പറയരുത് കേട്ടോ. താൻ പറയുന്ന പോലെ അവനെ ഭയന്നിട്ടൊന്നുമല്ല. 2 പൊട്ടിച്ചവനെ കൊണ്ടുവരാൻ കഴിയാഞ്ഞിട്ടുമല്ല. പക്ഷെ തൂങ്ങുന്നത് ഞാനാ. താനങ്ങ് പൊടി തട്ടി പോവുകയും ചെയ്യും. എന്താ ജേക്കബ് ഇത്? നിലവിട്ട് പല ഉപകാരങ്ങളും താൻ എനിക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്നും എടുക്കൂടെ മറന്നിട്ടില്ല, മറക്കുന്നില്ല. ദേഷ്യം വന്നപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ക്ഷമിക്കേ. ഒരിക്കലും ചെന്നുവിടാൻ പാടില്ലാത്തവന്റെ അടുക്കൽ തന്നെയാ അവൻ എത്തിയിരിക്കുന്നത്. അവൻ വാ തുറന്നാൽ എന്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നമാകും. ലെറ്റ് ഹിം നോട്ട് ഓപ്പൺ ഹിസ് മൗത്ത്.
യെസ് നന്ദു ഹിയർ. പുലർച്ചെ ഏകദേശം 4-4:30 മണിക്ക് അയാൾക്ക് ബോധം വീണ്. അപ്പൊ ഞാൻ ചായ കൊണ്ട് കൊടുത്ത് അത് അയാൾ കുടിച്ച്. പിന്നെ ഒരു 6-6:30 മണിക്ക് സിസ്റ്റർ ടെമ്പറേച്ചർ നോക്കാൻ പോയപ്പോ സിസ്റ്റർ അയാളെ കാണാനില്ല. ഹോസ്പിറ്റലിൽ മുഴുവൻ തെരഞ്ഞു നോക്കി. പിന്നെ ആ സാറിനെ വിവരം അറിയിച്ചത്. വേറെ വല്ല പണിക്കുമ്പോ കൂടെ എനിക്കൊക്കെ 10-20 സ്റ്റാഫും പരിവാരങ്ങളും സന്നാഹമുള്ള സ്ഥലത്ത് ഒരുത്തിന് അപ്രത്യക്ഷനായെന്ന് നാണല്ലോ പറയാൻ. ആരായിരുന്നു സെക്യൂരിറ്റി ചാർജ്? അത് എന്തിനാണ് നീയൊക്കെ ഈ വേഷം കെട്ടി നടക്കുന്നത്? അവനെ കൊണ്ടുപോകാനെന്നല്ല പോലീസുകാർ വന്നപ്പോ വിട്ടുകൊടുക്കാൻ ഞാൻ പറഞ്ഞതാ. അപ്പൊ വലിയ ഡോക്ടറുടെ ഈഗോ പുറത്തിയാടി ഓരോന്ന് ഉണ്ടാക്കി വെക്കും മനുഷ്യനെ മെനക്കെടുത്താൻ. ആ പോലീസ് ഓഫീസർ പറഞ്ഞതുപോലെ എടുത്തും കൊണ്ടുവന്നാൽ ഞാൻ എന്ത് സമാനം പറയടോ? എന്ത് സമാനം പറയുന്ന? സോറി മിസ്റ്റർ നന്ദകുമാർ, ഇന്നലെ ഞാൻ നിങ്ങളോട് അല്പം ബോറായി പെരുമാറി. അപ്പോഴത്തെ ആവേശത്തിൽ ഈ ഫോർമാലിറ്റീസ് ഒക്കെ അങ്ങ് മറന്നു. പറഞ്ഞ പോലെ എല്ലാം എഴുതിയിട്ടുണ്ട്. 4-8 സാക്ഷികളെ കൊണ്ട് ഒപ്പിടിച്ച് അയാളെ വേഗം വിട്ടുതരൂ. ചേരടോ, പോയി കൊണ്ടുപോവാ. യെസ് സർ. സർ അയാൾ മിസ്സിംഗ് ആണ്. മിസ്സിങ്ങോ? എന്താ ആളെ കളിയാക്കുക? അല്ല സർ, അയാളെ കാണാനില്ല. 5% മാത്രം സർവൈവൽ ചാൻസ് ഉള്ളവൻ ഇരുന്ന ഇരിപ്പിൽ കാണാതായെന്നോ? അഭ്യാസം എന്റെ അടുത്ത് വേണ്ട. ഒരെണ്ണത്തിനെ ഞാൻ വിടില്ല. സത്യമാണ് സർ ഞാൻ പറഞ്ഞത്. പേഷ്യന്റ് മിസ്സിംഗ് ആണ്. സാറിന് വേണമെങ്കിൽ ഈ ഹോസ്പിറ്റൽ മുഴുവൻ സെർച്ച് ചെയ്യാം. അതിനൊന്നും എനിക്ക് സമയമില്ല. അല്ലാതെ തന്നെ എന്റെ മുന്നിൽ നിങ്ങൾ അവനെ ഹാജരാക്കും. അതിനുള്ള വഴി എനിക്കറിയാം. അവന്റെ പുറകെ കൊലയാളികളായിരുന്നു. നിങ്ങൾ അവനെ അവർക്ക് വിട്ടുകൊടുത്തു. അല്ലെങ്കിൽ ലക്ഷങ്ങൾ വാങ്ങി അവർ പറഞ്ഞിട്ട് നിങ്ങൾ അവനെ കൊന്നു സർ എന്ന് ഞാൻ പറയുന്നു. യു ആർ അണ്ടർ അറസ്റ്റ്. സർ ഞാൻ ഒക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. സാർ ആ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്ത അനന്തൻ ഡോക്ടറാണ്. ആർക്ക് വേണോടോ ആ ശമ്പളക്കാരനെ? ഹീസ് റെസ്പോൺസിബിൾ. നടക്കണോ? നടക്കാൻ. സാർ ആ പിന്നെ ഇവിടുത്തെ ഡോക്ടറേമാരുണ്ടല്ലോ, അവരോട് പറഞ്ഞേക്ക് ഈ കേസിൽ സ്വയം വാദിച്ച് ജയിച്ച് പറ്റുമെങ്കിൽ ചേട്ടനെ പുറത്തു കൊണ്ടുവരാൻ. പേരെന്താടാ? നീയാണല്ലേ ഈ ഏരിയയിലെ സ്ഥിരം പോക്കറ്റടിക്കാരൻ അല്ലേ? ഡോക്ടർ നന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ നന്ദകുമാറിനെ ഇറക്കിക്കൊണ്ട് പോയല്ലോ. ഇറക്കിക്കൊണ്ടുപോയോ? ആര്? വരട്ടെ വിശ്വം. ശരി സർ. മിസ്റ്റർ ഇടിക്കുള, താങ്കളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇതിനൊക്കെ എന്ത് നന്ദി പറയാനിരിക്കുന്നു നന്ദകുമാർ. വരട്ടെ. ഓക്കെ, സി യു. Bye. അന്ന് എന്നെ ജയിലിൽ അയക്കാൻ സാർ ഒരുപാട് ബുദ്ധിമുട്ടി. അതിനൊരു പ്രതിപകാരം ഞാൻ ചെയ്യണ്ടേ? ചേട്ടൻ ഒരു പോറൽ പോലും ഏൽക്കുന്നതിന് മുമ്പ് ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ദി വാർ ഈസ് ഓൺ. അനന്തേ
വക്കീലിനെയും കൂട്ടി സ്റ്റേഷനിൽ വന്നപ്പോഴാ എന്തിനാ അണ്ടർവെയർ വിട്ടുകൊണ്ട് ലോക്കപ്പിൽ കിടക്കുന്ന കാണാനോ? മറ്റുള്ളവർ കഴിവേറിയാലും വേണ്ടില്ല, താൻ രക്ഷപ്പെട്ടല്ലോ, അത് മതി. അതിനുവേണ്ടിയല്ലേ എത്ര നിർബന്ധിച്ചിട്ടും പോലീസ് വന്നിട്ട് ആ പേഷ്യന്റിനെ വിട്ടുകൊടുക്കാഞ്ഞത്? വക്കീൽ പറഞ്ഞു അത്ര പേടിക്കാനുള്ള കേസൊന്നും അല്ലെന്ന്. അതേടോ, ചാവാൻ പോകുന്ന രോഗിയോട് ഡോക്ടർമാർ പറയും പേടിക്കാനില്ലെന്ന്. ജീപ്പിൽ പോലീസിനെ നടുക്കിരുത്തി എന്നെ കൊണ്ടുപോകുമ്പോ ജനം തുറച്ചു നോക്കി, ഒരു കള്ളനെ നോക്കുന്ന പോലെ. ഒരു ഞൊടിയിടയിൽ എല്ലാം അവസാനിച്ചെങ്കിലെന്ന് ഞാൻ ആ നിമിഷം ആഗ്രഹിച്ചു. എന്ത് അപരാധമാണ് അതിനോട് ഞാൻ ചെയ്തത്? എന്നെ ഇങ്ങനെ അനുഭവിപ്പിക്കാൻ. സ്റ്റേഷനിൽ പോലീസിന്റെ വക പ്രയോഗം ആരംഭിക്കുന്നതിന് മുമ്പ് ആ വലിയ മനുഷ്യൻ ഇടപെട്ടു. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ജീവനോടെ ഇരിക്കും. ആ വലിയ മനുഷ്യൻ ആരാണെന്ന് ചേട്ടൻ അറിയോ? അയാൾ എന്തിനാണ് ഈ ഒക്കെ എനിക്കറിയാം. അയാൾക്ക് ജയിൽ ശിക്ഷ കിട്ടാൻ നീ കാണിച്ച ഉത്സാഹവും ശിക്ഷ കിട്ടിയതും ഒക്കെ ഇടിക്കുള്ള എന്നോട് പറഞ്ഞു. അവിടെയും നീ നിന്റെ വെടുക്ക് കാണിച്ചു. കഷ്ടം. അയാളുടെ അവസ്ഥ കേട്ടിട്ട് സഹിച്ചില്ല. അയാൾ പറഞ്ഞതൊക്കെ ചേട്ടൻ അപ്പാടെ അങ്ങ് വിശ്വസിച്ചു. വിശ്വസിക്കാതിരിക്കാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. വെരി ഗുഡ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ഞാൻ ഇക്കാര്യത്തിൽ എത്ര ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചാലും അതൊക്കെ ദുർവ്യാഖ്യാനിക്കപ്പെടുകയുള്ളൂ. പക്ഷെ ഒരു കാര്യം, സ്വന്തം സഹോദരൻ വസ്ത്രമില്ലാതെ ലോക്കപ്പിലിരിക്കുന്ന കണ്ട് ആനന്ദിക്കാൻ മാത്രം അനന്തൻ അധപതിച്ചിട്ടില്ല. യു ആർ സോ ക്രൂവൽ ടു സേ ദാറ്റ്. മോനെ, സാർ, ഫോൺ വന്നിട്ടുണ്ട്. ഡോക്ടർ ഇല്ല എന്ന് നമ്മൾ പറയാം, അല്ലേ? വേണ്ട. ഓ, ഇടിക്കുളെ തന്റെ ഉദ്ദേശം ആദ്യം ഡോക്ടർ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോ താൻ തന്നെയാണ് ജാമ്യത്തിൽ ഇറക്കി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തനിക്ക് മാത്രമല്ല, ഇടിക്കുളയെ അങ്ങനെ പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ജേക്കബേ, ഒരിക്കലും മറക്കാനാവാത്തൊരു കടപ്പാട് ഡോക്ടർ നന്ദകുമാർ എന്നോടുണ്ടാകണം. ഒപ്പം ചേട്ടനും അനിനും തമ്മിലുള്ള ബന്ധത്തിന് ഒരു വിള്ളലും ഉണ്ടാകണം. രണ്ടും നടന്നില്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ എന്റെ ഉദ്ദേശം. ഇനിയുമുണ്ട് വേറെ. MBBS പൂർത്തിയാക്കി ബോംബെയിൽ നിന്നും വന്നിരിക്കുന്ന എന്റെ അനിയൻ രഞ്ജിത്തിന് പ്രാക്ടീസ് ചെയ്യാൻ തൽക്കാലം അവന് മദർ ഹോസ്പിറ്റലിൽ ഒരു ജോലി വേണം. ഈ അവസ്ഥയിൽ ഒരു ജോലി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ ഡോക്ടർ നന്ദകുമാറിന് അത് നിഷേധിക്കാൻ കഴിയോ? രഞ്ജിത്തിന് അവിടെ ഒരു ജോലി എന്തിന്? ജേക്കബേ, ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ എനിക്ക് ഈസിയായിട്ട് കഴിയും. ഒരു വെടിക്ക് 2 പക്ഷി എന്നല്ലേ താൻ കേട്ടിട്ടുള്ളൂ? ഇടിക്കുളയുടെ വെടിക്ക് പല പക്ഷികൾ വീഴും. താൻ കണ്ടോ? All right. ഗുഡ് മോർണിംഗ് ഡോക്ടർ. അനന്ത, ഇത് ഡോക്ടർ രഞ്ജിത്ത് അബ്രഹാം, മൈ ബ്രദർ ഡോക്ടർ ആനന്ദൻ. ഹലോ. ഹലോ. രഞ്ജിത്ത് ഇടിക്കുള അബ്രഹാമിന്റെ അനിയന. എന്നാ ഞാൻ അങ്ങോട്ട്. ഓക്കെ. രഞ്ജിത്ത് ബോംബെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. കഴിഞ്ഞ ആഴ്ച നാട്ടിൽ വന്നത്. സ്വന്തമായൊരു ഹോസ്പിറ്റൽ തുടങ്ങാനാ പ്ലാൻ. ഇടയ്ക്കൊരൽപ്പം പ്രാക്ടീസ്. ഇടിക്കുള ഇങ്ങനെ ആവശ്യം എന്നോട് പറയുമ്പോ എങ്ങനെയാ പറ്റില്ല എന്ന് പറയുന്നത്? ഒന്നുമില്ലേലും ആപത്തിൽ രക്ഷിച്ച ആളല്ലേ. എനിക്ക് പ്രാക്ടീസ് കുറവ്, നിനക്കാണെങ്കിൽ പേഷ്യൻസ് ധാരാളം. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടുന്ന കാണുമ്പോ ഒരു ഡോക്ടറും കൂടെ ഉള്ളത് നല്ലതല്ലേ? നന്നായി. ഇടിക്കുള എബ്രാഹിമിന്റെ അനിയനല്ലേ? എന്തുകൊണ്ട് നന്നായി. എന്നെ തോൽപ്പിക്കണം, അതാണ് ചേട്ടന്റെ ലക്ഷ്യം. അതിനാണ് ഡോക്ടർ രഞ്ജിത്തിനെ അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇതിങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ ഇത് അവസാനിപ്പിക്കാൻ. ഞാൻ അവിടുന്ന് പിരിയണം. അയ്യോ, അനന്തം പോയാൽ ആശുപത്രിയുടെ കാര്യം ആകെ അവതാളത്തിലാകും. അതോടെ നാട്ടുകാർ മൊത്തം പറയും ചേട്ടനൊരു ആപത്തുണ്ടായപ്പോൾ അനിയെ ഇട്ടറിഞ്ഞേച്ച് പോയെന്ന്. എന്റെ നേർക്ക് പഴിചാരൻ ചേട്ടന്റെ കയ്യിൽ ഒരുപാട് ന്യായീകരണങ്ങളുണ്ട്. അതൊന്നും തെളിയിക്കാൻ കഴിയില്ലെന്നുള്ളതാണ് എന്റെ പരാജയവും. എന്റെ വിധി അല്ല എന്ത് പറയാൻ. ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെയോ? എന്റെ ചേട്ടൻ ഉറക്കം നടിക്കുകയാണ്. കുറെ ദിവസമായി മാധവ മനസ്സമാധാനം നശിച്ചിട്ട്. ഞാൻ ഇറങ്ങുന്നു. അനന്തേട്ട ഊണ് കഴിച്ചിട്ടേ പോകാവൂ. ആ, മോളുറങ്ങിയോ? ആ, ഉറങ്ങി.
നീ എന്തിനാ സമ്മതം ചോദിക്കാനും ക്ഷണിക്കാനും ഒക്കെ നിൽക്കുന്നത്? വിളമ്പിട്ട് വിളിച്ചാൽ പോരായിരുന്നു. എടുത്തു വയ്ക്കടി. ഓട്ടറ അല്ലെന്ന് In the beginning, there was man. Man was after pleasure. Pleasure was the first sin, and the latest is cobra. കോബ്രയോ? അതെന്താ? ഈയിടെ ബോംബെയിൽ ഇറങ്ങിയ ഒരു പുതിയ ഐറ്റം. ഇതിന്റെ കെമിക്കൽ കോമ്പോസിഷനോ ട്രേഡ് നെയിമോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഒരു ലേറ്റസ്റ്റ് ഡ്രഗാണ്. അമേരിക്കയിലും യൂറോപ്പിലും ഇത് വളരെ പോപ്പുലറാ. ഒരു ആംബ്യൂളിന് ഉദ്ദേശം $45 വില വരും അവിടെ. നമുക്ക് എന്ത് വിലക്ക് വിൽക്കാം? ഉദ്ദേശം 3000 rupees. പിന്നെ സാഹചര്യം പോലെ. ആ വിലക്ക് എവിടെ പോവോ? ഇനീഷ്യൽ പുള്ളു കുറയും. പക്ഷേ ഇവനെ ഒരിക്കൽ ഉപയോഗിച്ചാൽ പെട്ടത് തന്നെ. അതിരിക്കട്ടെ, ഹോസ്പിറ്റലിലെ സിറ്റുവേഷൻ ഒക്കെ എങ്ങനെ? കസ്റ്റമേഴ്സിനെല്ലാം ധൈര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടാവോ? നമ്മുടെ ബിസിനസിന് വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഡോക്ടർ അനന്തൻ നമുക്ക് തടസ്സമാകുമെന്നാ തോന്നുന്നത്. എന്നെ അവിടെ നിയമിച്ചതിന് അയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെനിക്കറിയാം. അവനൊന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ നന്ദകുമാർ ഇപ്പൊ എന്റെ കസ്റ്റഡിയില. ഞാനൊന്ന് ആഞ്ഞു തുമ്മിയാൽ അനന്തൻ തെറിച്ചു പോയിക്കോളും. അച്ചായം ചെയ്യുന്ന ബുദ്ധി തന്നെ ഞാനും ഒന്ന് പ്രയോഗിച്ചു. അവരുടെ ഇടയിലുള്ള ഒരാളെ ഞാൻ എന്റെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുവന്നു. അതാരാ? ആള് പുറത്തുണ്ട്. വിശ്വം, നമസ്കാരം. ഇയാള് ഡോക്ടർ നന്ദകുമാറിന്റെ അളിയനല്ലേ? ഡോക്ടർ നന്ദകുമാറിന്റെ അളിയൻ എന്നതിനേക്കാളും ഒരു ജനസേവകൻ എന്നറിയപ്പെടുന്നതാ എനിക്കിഷ്ടം. എനിക്ക് ജനസേവകന്മാരൊക്കെ അത്ര വിശ്വാസം പോരാ. എന്താ, തന്നെ വിശ്വസിക്കാമോ? കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ സാറേ? ഡോക്ടർ രഞ്ജിത്തില്ലേ? എവിടെ എവിടെ? അല്ല, നമ്മളാരാ? ഐ എം എ മാൻ, എ ഹ്യൂമൻ ബീയിങ്. ഇത് പെശക് കേസാണല്ലോ. വല്ലാണ്ട് കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തോന്നല്ല. In the beginning there was man. Man was after pleasure. Pleasure was the first sin. And the latest is cobra. 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 ഡോക്ടറെ, ഈ പുതുതായിട്ട് വന്ന ഡോക്ടർ ശരിക്കും ഡോക്ടർ തന്നെയാണോ? അന്ന് കോയിക്കൊരു സംശയം. എന്റെ ഡോക്ടറെ, ഞമ്മക്ക് വല്ലാണ്ട് പേടിയാവണ്. ആകെ ഒരു തിരിമറിച്ചത്. രാത്രിയാകുമ്പോ ഒരു പരിചയമില്ലാത്ത 5-6 ചെറുപ്പക്കാരും കൊണ്ടുവരും. എന്നിട്ട് വാതിലടച്ചിട്ട് രഞ്ജിത്ത് ഡോക്ടറായിട്ട് എന്തൊക്കെയോ രഹസ്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവരാരാണ്, എന്താണ്, എന്തിനാണ് വരുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ വയ്യാണ്ടാണ് വരിക. ഇങ്ങനെ 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 തിരിച്ചു പോകുമ്പോ പട്ടി ഒഴിക്കണ കോയക്കവിടെ ഡ്യൂട്ടി ഇല്ലേ? ഉണ്ട്. അല്ല, അപ്പൊ നമ്മൾ പറഞ്ഞത് അതൊക്കെ കോയക്ക് തോന്നിയതാവും. ചെല്. എന്തായാലും നമ്മളത് കണ്ടുപിടിച്ചു.